ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. നല്ലതുപോലെ ഒന്ന് വേവണം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി കുറച്ച് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് സ്കൂബി ഒന്ന് നോക്കുകയാണ്. നല്ല പഴുത്ത പപ്പായയാണ് കോക്ടെയിൽ ഉണ്ടാക്കാൻ നല്ലത്. നമ്മുടെ പപ്പായയിൽ ഒരു കുരുവുമില്ല. കുരുവില്ലാത്ത പപ്പായയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പപ്പായ അധികം പഴുത്തിട്ടില്ല. നല്ല പഴുത്തതാണ് ഇതിന് നല്ലത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റാം. ഞാനൊരു കഷ്ണം സ്കൂബിക്ക് ഇട്ട് കൊടുത്തു. അവനത് കഴിച്ചപ്പോൾ അവനത് ഇഷ്ടമായി. ഇനി മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ച പപ്പായയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അര കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അമൂലിൻ്റെ ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അരച്ച് വെച്ച കോക്ടെയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അനാറും കൂടി ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാ പേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.